അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ സാറ്റർഡേ ഞാൻ വ്ലോഗ് എടുക്കാൻ ചെറിയൊരു മടി പിടിച്ചിട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ 2 റെസിപ്പി വീഡിയോസാണ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ദിവസങ്ങളിലും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തട്ടിക്കൂട്ട് വ്ലോഗ് ഇടയ്ക്ക് ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാലോ എന്താണ് ഇന്നത്തെ റെസിപ്പി, എന്താണ് ഇന്നത്തെ സംഭവങ്ങൾ എന്നൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ പുളിയവരയും കോഴിയും കൂടെ ഇട്ടിട്ടുള്ള ചാറാണ് കേട്ടോ വയ്ക്കുന്നത്. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഈ പുളിയവര അല്ലെങ്കിൽ പച്ചമൊച്ച എന്താണെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പച്ച കാണാൻ ഏകദേശം ഒരു അവരക്കയുടെയൊക്കെ പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ കുരുകൾ മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുക. അതിൻ്റെ ഡ്രൈ ഉണ്ട്, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളി ഒന്നായ ശേഷം തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. നമ്മൾ രാവിലെ എണിച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. നിറയെ വണ്ടികളുടെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ 1 സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ശേഷം ഒരു 1.5 സ്പൂണോളം ഞാനിവിടെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുത്ത ശേഷം ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറട്ടെ. അതിനുശേഷം ഇതാണ് നമ്മുടെ പുളിയവര. ഓക്കെ, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് ഇനി കിഴങ്ങോ നമ്മുടെ വഴുതനങ്ങയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇത് 2 മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മസാലയ്ക്ക് എല്ലാ ഭാഗത്ത് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. പ്ലീസ് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ടെടുക്കണം. ഇതെന്താ ഇളക്കൽ മാത്രമാണോ എന്ന് വിചാരിക്കരുത്. ഇളക്കണ്ട, അവിടെ ഇളക്കന്നെ വേണ്ടേ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഞാൻ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 തേങ്ങയാണ് കേട്ടോ ഇത്രയും കറിക്ക് എടുത്തിട്ടുള്ളത്. ഈ ഒരു കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ വെക്കും. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ വെന്ത ശേഷം ഞാനിതിലോട്ട് നമ്മുടെ തേങ്ങ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. വറുത്ത തേങ്ങയൊന്നുമല്ല, സാധാരണ പച്ചത്തേങ്ങ കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളമൊക്കെ ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഈ ടൈമിൽ കുറേ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പുളിയവര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ഇത് അറിയാത്തൊരു സംഭവമാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇത് ഇട്ടിട്ടുണ്ട്, ഇന്നും കൂടി ഇടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അധികം അടുത്തൊന്നും ഞാൻ ഇത് ഇടൂല. കാരണം പുളിയവര നമുക്ക് അങ്ങനെ കിട്ടുന്ന സാധനമൊന്നും അല്ല കേട്ടോ. ഇതെന്നെ ഉമ്മാൻ്റെ അനിയത്തി ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അവിടെ ഭയങ്കര സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണെന്ന് പറയുന്നത് കേട്ടു. നെക്സ്റ്റ് നമ്മളൊരു ബിരിയാണിയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതും നിങ്ങൾ കണ്ടു തന്നെയാണ്. എന്നാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നലത്തെ വ്ളോഗ് കാണാത്തവരൊന്ന് പോയി കാണണം. അതിൽ ഞാൻ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പുതിനയാണ് വേണ്ടത്. തണ്ടോടുകൂടി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. തണ്ടും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക കേട്ടോ. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി കേട്ടോ. ഓക്കെ, ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഇങ്ങനെ അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആ സൈഡിലൊന്നും ഇരിക്കട്ടെ. നമുക്ക് ആദ്യം തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്യ് എടുക്കാം കേട്ടോ ഈ ടൈമിൽ. പട്ട ഗ്രാമ്പൂ വലിയ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ നമ്മുടെ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 വെല്ലുള്ളി, ഞാൻ ഇവിടെ 1 കിലോ റൈസാണ് വെക്കുന്നത്. അതിലോട്ട് 4 വെല്ലുള്ളി സ്ലൈസ് ചെയ്തത്, പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിലോട്ട്
പൊടികളൊക്കെ വേണം. ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഏകദേശം 1 സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്ത ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചില്ലേ, ഒരു പച്ച പേസ്റ്റ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് വേവിച്ചെടുക്കണം. എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് വരട്ടെ, അത്രയും ടൈമിൽ നമുക്കിത് വേവിച്ചെടുക്കണം. ഇതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഞാൻ എന്തായാലും മഷ്റൂമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പച്ച മസാലയ്ക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 4 തക്കാളി ചേർത്ത് കൊടുക്കാം. പുളിയൊന്നും ഓവറാവില്ല കേട്ടോ. പുളി ഓവറാവൂലേ എന്ന് ചോദിക്കാറുണ്ട് എന്നോട് പലരും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഞാനിവിടെ അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മഷ്റൂമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് ഫുള്ള് ബട്ടൺ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയ ശേഷം കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. എൻ്റെ തൊണ്ടയിൽ വെള്ളി വീഴുന്നുണ്ട്, പലതും വീഴുന്നുണ്ട്. രാവിലെ എണിച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരുമാതിരി വോയിസാണ് അല്ലേ. അടച്ച് വെച്ച ശേഷം ഞാനിവിടെ തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പുളിയുള്ള തൈരാണല്ലോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ, അപ്പോൾ ഇത്ര മതി. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും മതി കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇളക്കുക ഇതന്നെ പണിയില്ലേ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം വീണ്ടും ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, അരി അളന്ന പാത്രത്തിലോട്ട് 1.25 പാത്രം നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മസാല ഒരുപാടില്ലല്ലോ. മട്ടൻ ബിരിയാണിയൊക്കെയാണ് നമ്മൾ വെക്കണമെന്ന് വെച്ചാൽ 1.5 മതി കേട്ടോ, അല്ലെങ്കിൽ 1.25 മതിയാവും. പിന്നെ ഉപ്പിട്ട് കൊടുത്തു, കുരുമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം എന്താണ്, നമ്മൾ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വാരാൻ വെച്ച അരി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. പൊട്ടൊന്നുമില്ല. ജീരകശാല അരിയല്ലേ, ഭയങ്കര വെള്ളി വീഴുന്നുണ്ട്. സോറി. ഞാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ലൈവിൽ വരാൻ നോക്കാം കേട്ടോ. ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കണം. ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മല്ലിയില പുതിന ഒന്ന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിയോട് ചേർത്ത് നമുക്ക് ഇളക്കി എടുക്കണം എല്ലാവിടെയും. അല്ലെങ്കിൽ കുറേ അരി വേവില്ല, കുറേ അരി വെന്ത് വരും, അങ്ങനെയൊക്കെ ഒരു മാതിരി ആയിപ്പോവും കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയും കട്ട് ചെയ്ത് തൂവി കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ, കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ FBയും ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഞാൻ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. ഈ ഒരു വ്ളോഗ് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ശരി, ബായ്.